സ്വാതി, റിക്രിയേഷൻ ഗ്രൗണ്ടിൽ പൊതുദർശനം തുടരുകയാണ്. അല്പസമയത്തിനകം തന്നെ ഇവിടുത്തെ പൊതുദർശന ചടങ്ങ് അവസാനിക്കുമെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അതിനുശേഷം നേരെ ഇനി പൊതുദർശന ചടങ്ങുകളില്ല, ഇനി നേരെ ചുടുകാട്ടിലേക്കായിരിക്കും പോകുന്നുണ്ടാവുക. അവിടെ സംസ്കാര ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങളും ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. നേരത്തെ ആലപ്പുഴയിലെ മറ്റ് പൊതുദർശനങ്ങളിൽ വെച്ച് കേന്ദ്രങ്ങളിലൊക്കെ തന്നെയായിട്ട് ആയിരക്കണക്കിന് ആളുകൾ അദ്ദേഹത്തിന് അന്തിമ അഭിവാദ്യം അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. നേരത്തെ നിശ്ചയിച്ചതിലും ഏറെ സമയം വൈകിയാണ് ഓരോ ഭാഗത്തും പൊതുദർശന ചടങ്ങുകളടക്കം നടന്നത്. കാരണം ഇന്നലെ വിലാപയാത്രയായിട്ട് തിരുവനന്തപുരത്ത് നിന്നുള്ള ആ യാത്ര അതും ഏറെ വൈകുകയുണ്ടായി. പ്രത്യേകിച്ച് ഈ ദേശീയപാതയോരങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾ അന്തിമ അഭിവാദ്യം അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്നലെ രാത്രി മുതൽ തന്നെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവരെ ഓരോരുത്തരെയും അല്ലെങ്കിൽ അവർക്ക് ഓരോരുത്തർക്കും അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനുള്ള അവസരങ്ങൾ നൽകിയാണ് ആ വിലാപയാത്ര ഇങ്ങോട്ടേക്ക് കടന്നു വന്നുകൊണ്ടേയിരുന്നത്. അതുകൊണ്ട് തന്നെ വിചാരിച്ചതിലും മണിക്കൂറുകളധികം വൈകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഏറെ വൈകിയാണ് ആലപ്പുഴ ജില്ലയിലേക്ക് വിലാപയാത്ര എത്തിയത്. അതിനുശേഷം ഭൗതികദേഹം പൊതുദർശനത്തിന് വെച്ച CPM DC-യിലും അതോടൊപ്പം തന്നെ മറ്റ് കേന്ദ്രങ്ങളിലും അടക്കം ആയിരക്കണക്കിന് ആളുകൾ ഇത്തരത്തിൽ വീണ്ടും അദ്ദേഹത്തെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടിയിട്ട് തടിച്ചുകൂടിയിട്ടുണ്ടായിരുന്നു. അവരെല്ലാവരും കണ്ട് അന്തിമ അഭിവാദ്യം അർപ്പിച്ചതിന് ശേഷം നേരം ഇത്രത്തോളം വൈകിയിരിക്കുകയാണ്. ഇപ്പോൾ റിക്രിയേഷൻ മൈതാനത്ത് പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള പന്തലിൽ അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. അത് അവിടെ നിന്നും എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഔദ്യോഗിക ബഹുമതി അടക്കമുള്ള ചടങ്ങുകളകത്ത് നടത്തുന്നോ മാറ്റാം. ഹലോ കേരളത്തിൻ്റെ വിപ്ലവ ചിന്താരകം ഇവിടുത്തെ റിക്രിയേഷൻ ക്ലബിനോടും യാത്ര പറഞ്ഞ് പുറത്തേക്ക് പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം പൊതുദർശനത്തിൽ വെച്ച അവസാനത്തെ സ്ഥലത്തു നിന്നും അദ്ദേഹം വിടവാങ്ങുന്നു. അദ്ദേഹം കേരളത്തിൻ്റെ മനസാക്ഷിയിൽ നിറഞ്ഞു ജീവിക്കുന്ന ചരിത്രത്തിൻ്റെ ഭാഗമായി മാറുകയാണ്. ദുഃഖകരമായ സങ്കടകരമായ ഒരു അന്തരീക്ഷത്തെ അദ്ദേഹത്തിൻ്റെ വിപ്ലവ സ്മരണകൾ ഉണർത്തിക്കൊണ്ട് ആളുകൾ അദ്ദേഹത്തിന് പിന്നാലെ മുദ്രാവാക്യവും വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോവുകയാണ്. ഇനി വലിയ ചുടുകാട്ടിലേക്കാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം മണ്ണിനോട് ചേരുന്ന ഒരു സമയത്തേക്ക് പോവുകയാണ്. അദ്ദേഹത്തെ ഇനി പ്രത്യേകം തയ്യാറാക്കിയ വാഹനത്തിലേക്ക് തന്നെ മാറ്റും. അതിനുശേഷം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ഇപ്പോൾ വലിയ ചുടുകാട്ടിലേക്ക് നീങ്ങിയിട്ടുണ്ട്.
മറ്റ് ആളുകൾ അദ്ദേഹത്തിന് ഔദ്യോഗികമായി അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരത്തെ പിന്തുടരുന്ന ആളുകൾ, ഒപ്പം തന്നെ ഇവിടെ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുവാൻ വേണ്ടി എത്തിച്ചേർന്ന ജനസമുദ്രം, ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ പിന്നാലെ രക്തസാക്ഷികൾ ഉറങ്ങുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ എക്കാലത്തെയും ചരിത്രത്തിലെ ധീര രക്തസാക്ഷികൾ ഉറങ്ങുന്ന ആ മണ്ണിലേക്ക്, ആ വലിയ ചുടുകാട്ടിലേക്ക് അദ്ദേഹത്തിന് പിന്നാലെ വി എസ് അച്യുതാനന്ദൻ എന്ന ഒരേ ഒരു വി എസ് അച്യുതാനന്ദൻ എന്ന കേരളത്തിൻ്റെ വിപ്ലവ പോരാട്ടത്തിൻ്റെ മറ്റൊരു പേരായ വി എസ് അച്യുതാനന്ദൻ്റെ ഭൗതിക ശരീരത്തിന് പിന്നാലെ ആളുകൾ പോവുകയാണ്. അദ്ദേഹത്തെ പ്രത്യേകം തയ്യാറാക്കിയ വാഹനത്തിലേക്ക് മാറ്റുന്ന, അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം മാറ്റുന്ന സമയമാണ് ഇപ്പോൾ. അത്തരം കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പോലീസിൻ്റെ ഔദ്യോഗികമായ ചടങ്ങുകൾ, അദ്ദേഹത്തെ പുതപ്പിച്ചിരുന്ന ദേശീയ പതാകയടക്കം മാറ്റി അത്തരം ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കി. ഒപ്പം തന്നെ ഇവിടെ എത്തിയ ജനകടൽ പോലെ, മനുഷ്യ സമുദ്രം പോലെ ഇവിടെ എത്തിച്ചേർന്ന അങ്ങ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ആളുകൾക്ക് അദ്ദേഹത്തെ കാണാനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കി. ആൾക്കൂട്ടമായി തന്നെ, ആളുകൾ കൂട്ടം കൂട്ടമായി തന്നെ അകത്തേക്ക് വന്നു. ആ വലിയ കടൽ പോലെ, വലിയ നദി പോലെ ഒഴുകി 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 ഇങ്ങനെ കടന്നു വന്ന വി എസിന് വിപ്ലവ അഭിവാദ്യം നേർന്നുകൊണ്ട് അവർ പുറത്തേക്കിറങ്ങി. അവരാരും പിരിഞ്ഞു പോയിട്ടില്ല, അവരെല്ലാം കൂട്ടം കൂടി നിൽക്കുകയാണ്. അവരെല്ലാം വലിയ ചുടുകാട്ടിലേക്ക്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ, കേരളത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത രക്തസാക്ഷികൾ ഉറങ്ങുന്ന വലിയ ചുടുകാട്ടിലേക്ക് അവിടെ തങ്ങളുടെ പ്രിയപ്പെട്ട വി എസ് അന്ത്യവിശ്രമം കൊള്ളുവാൻ പോവുകയാണ്. ആ വി എസിന് അന്തിമ അഭിവാദ്യം നേർന്നു കഴിഞ്ഞിട്ടും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ പേടിക്കൊണ്ട് വി എസ് എ നിങ്ങൾ നയിച്ച പാതകളിൽ, നിങ്ങൾ നടന്നു തീർത്ത പാതകൾ, ആ പാതകൾ കേരളത്തിൻ്റെ ശരിയുടെ പാതകളായിരുന്നു. വർത്തമാനകാലത്തെ പിടിച്ചു നിർത്തുന്നത് ആ നിങ്ങളുടെ ശരിയാണ്. നിങ്ങൾ ആണ് കേരളത്തിൻ്റെ ഭാവിയെ നിർണ്ണയിച്ചത്. ആ പാതകളിലൂടെ ഞങ്ങൾ മുമ്പോട്ട് പോകുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് കടലേ വി എസ് എ, ഞങ്ങളുടെ ഹൃദയത്തിലെ ചുവന്ന റോസാപുഷ്പമേ, അത് വാടാതെ ഞങ്ങൾ കാത്തു സൂക്ഷിക്കും. ഈ മഴ, കോരിച്ചൊരിയുന്ന മഴ ഞങ്ങളുടെ ശരീരത്തിൽ മുഴുവൻ നനച്ചാലും, ഞങ്ങളുടെ തലയിലൂടെ ഒഴുകിപ്പടർന്നാലും വി എസ് എന്ന സൂര്യൻ ഞങ്ങളുടെ ഉള്ളിൽ കെട്ടുപോകില്ല. കാരണം അത് ഞങ്ങളുടെ ഹൃദയത്തിലാണ് ജ്വലിക്കുന്നതെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് നടുവിലൂടെ വി എസ് ഇപ്പോൾ വലിയ ചുടുകാട്ടിലേക്ക് അന്തിമയാത്ര പറഞ്ഞു പോവുകയാണ്.